നമസ്കാരം. അർജുന്റെ ഈ തിരോധാനത്തിൽ ശരിക്കും എല്ലാ സംഘടനകളും ചേർന്നിട്ട് ശരിക്കും ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചേക്കാണ്. അപ്പോ അത് കോഴിക്കോട് വെച്ചാണ് നടന്നത്. വലിയ പ്രതീക്ഷയുണ്ട്. ശരിക്കും അർജുന്റെ ഈ തെരച്ചിൽ നിർത്താൻ പാടില്ല. കർണാടക സർക്കാരിനെ മാക്സിമം സമ്മർദ്ദത്തിലാക്കി, അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ സപ്പോർട്ടോടുകൂടി കുറച്ചുകൂടെ മുന്നിലേക്ക് തെരയാനുള്ള രീതിയിലേക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. ഇക്കെ സംസാരിക്കാം, എന്തൊക്കെയാണ് നമ്മുടെ ഭാവി പരിപാടികൾ? ആദ്യത്തെ ഒന്നാമത്തെ ഘട്ടം ഇപ്പൊ ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകൾ, അതേപോലെ തന്നെ ഓണർമാരുടെ ഈ രംഗത്തെ മുതലാളിമാരുടെ സംഘടനകളുടെ പ്രതിനിധികൾ, ഇങ്ങനെ കൂടി ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റുന്ന മുഴുവൻ ആൾക്കാരെ യോഗമാണ് ഇന്ന് നടന്നത്. ഈ പ്രതിനിധികളെ യോഗത്തിൽ വെച്ച് 20ഓളം വരുന്ന ആളുകളെ ഇതിന്റെ പ്രതിനിധികളായിക്കൊണ്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ആ ആക്ഷൻ കമ്മിറ്റി ഒന്നാം ഘട്ടം അടുത്ത ബുധനാഴ്ച ചേർന്ന് ഇതിന്റെ ഭാവി പരിപാടികൾ കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ഇന്ന് ഈ മൊത്തം കൂടി ആളുകളുടെ ഇടയിൽ നിന്ന് വന്ന ഒരു തീരുമാനം, ആദ്യത്തെ ഒന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ ഇപ്പൊ തെരച്ചിൽ നിൽക്കാൻ കാരണം ഹൈക്കോടതിന്റെ ഒരു ഓർഡർ, കർണാടക ഹൈക്കോടതിയിൽ നിൽക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ടാമത് കർണാടക സർക്കാർ ആവശ്യമായ രീതിയിൽ, അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ എത്തേണ്ട സ്ഥലത്തേക്ക് എത്താതെ, ഞാൻ ചെറിയൊരു സംശയം ചോദിക്കുക, നിങ്ങൾ ഇടപെടുകയാണ്, സോറി. അതായത് സർക്കാരിൽ ഒരു കോടതിയിൽ ഒരു ഇത് വരുന്നു, ഒരു ഹർജി വരുന്നു, എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചു കിട്ടണം എന്നുള്ള ഹർജി വരുന്നു. അദ്ദേഹം അതിനുശേഷം വിദേശത്തേക്ക് യാത്രയാകുന്നു. എനിക്ക് അതിലൊരു ചെറിയൊരു സംശയമാണ്. അതായത് സർക്കാർ തന്നെ കൊടുപ്പിച്ചതാണോ ഇത്തരം സംഭവം? ആ സർക്കാർ മനുഷ്യസ്നേഹി എന്ന് നമ്മൾ പറയുന്നു, പക്ഷെ അദ്ദേഹം ഈ ഒരു ആപത്ത് കാലഘട്ടത്തിൽ ശരിക്കും അദ്ദേഹം അടുത്ത രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നൊരു സംഭവം, അത് ശരിക്കും എനിക്ക് വലിയ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യം. ഇതിന്റെ പിന്നാലെ നിൽക്കുന്ന ഒരാളാവണോ ശരിക്കും ഇത് കൊടുക്കേണ്ടത്? ഇദ്ദേഹം കൊടുത്തു, ഹൈക്കോടതിയിൽ അടുത്ത മാസത്തേക്ക് മാറ്റിവെച്ചു. ഞാൻ അത് എപ്പോഴും ഈ മനാഫിനോട് പറയുന്ന സംഭവം, ഈ എത്രയും പെട്ടെന്ന് ഇത് പരിഗണിക്കണം, ഇതൊരു വലിയ എമർജൻസി കേസാണ് എന്നുള്ള ലെവലിലേക്ക് ഇത് കൊണ്ടുവരണം. പക്ഷേ അദ്ദേഹം കൊടുത്ത ആളുടെ ഇതിലാണ് ഇപ്പൊ സ്റ്റേ നിർത്തി വെച്ചേക്കുന്നത്. പക്ഷെ ഈ ഒരു സംഭവം ശരിക്കും ഒരു ഡ്രാമയാണോ എന്ന് എന്റെ ചോദ്യം. ആ കാര്യത്തിൽ ഇപ്പൊ ഇന്ന് ചർച്ച ചെയ്ത കൂട്ടത്തിൽ പല ആളുകളും ഉന്നയിച്ചൊരു സംശയമാണത്. അത് പരിഹരിക്കാൻ വേണ്ടി കോടതിന്റെ മുന്നിലാണ്, വ്യവഹാരങ്ങൾ കൃത്യമാണല്ലോ. ആ സമയത്ത് ഞങ്ങൾ എടുത്ത തീരുമാനം, ഒന്ന്, മനാഫ് എന്ന് പറയുന്ന ഓണർ, അദ്ദേഹത്തിന്റെ വണ്ടിയും അദ്ദേഹത്തിന്റെ ഡ്രൈവറും നഷ്ടപ്പെട്ടത് കൊണ്ട് ഹൈക്കോടതിയെ കൃത്യമായി സമീപിച്ചുകൊണ്ട് ഇതിന് ഒരു കേസ് റിട്ട് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. ആ കേസ് അവിടെ നിൽക്കട്ടെ, അടുത്ത റിട്ട് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. ഇയാൾക്ക് കൊടുക്കാൻ അവിടെ കൃത്യമായ രേഖ ഉണ്ട്. ഒന്ന്, അയാൾക്ക് കൊടുക്കാൻ നിയമപരമായ സാധ്യതയുണ്ട്. രണ്ടാമത്, ഇത് നഷ്ടപ്പെട്ട് ഇല്ലെങ്കിൽ കാണാതായ 41 ദിവസമായി കണ്ടെത്താത്ത അർജുൻ എന്ന് പറയുന്ന ആളുടെ കുടുംബമുണ്ട്. അയാളുടെ വൈഫും മറ്റു ബന്ധപ്പെട്ട രക്തത്തിൽ ഉള്ള ആളുകളുണ്ട്. അവർ ആ ആൾക്കാരും വേറൊരു കേസും ഇതിന് ഫയൽ ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പൊ മറ്റേ കേസ് ട്രാപ്പ് ആണെങ്കിൽ ആണെന്ന് നമ്മൾ പറയുന്നില്ല, ആണ് എങ്കിൽ എന്നെ സംശയിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത്തരം രീതിയിലേക്ക് ഒരു കേസ് ഫയൽ ചെയ്യുന്നു, അതോട് അനുബന്ധിച്ച് അദ്ദേഹം വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നു. അതിലൊരു സംശയം എനിക്ക് സ്വാഭാവികമായിട്ടുണ്ട്. കാര്യം ഒരു മനുഷ്യ സ്നേഹിയാണെങ്കിൽ ഒരു കാരണവശാലും ഇതിന്റെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു എമർജൻസി കേസാണ്. മണ്ണിനടിയിലാണ് ശരിക്കും അർജുൻ ഉള്ളത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ്. കാര്യം നമ്മൾ അവനക്കൊന്നും പെട്ടിട്ടില്ല. അവൻ എവിടെയോ അപകടത്തിൽപ്പെട്ട് ശരിക്കും എവിടെയോ സേഫ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവന് അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലും വലിയ ലെവലിലേക്ക് ഒരു ആഘാതത്തിൽ നിന്ന് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം രീതിയിലേക്ക് വിചാരിക്കുന്ന ഒരു കേസിൽ ശരിക്കും അന്യ സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അന്യ രാജ്യത്തേക്ക് കടന്നു പോകുന്ന ഒരാളെ എന്താണ് വിചാരിക്കേണ്ടത്? പിന്നെ നിങ്ങൾ സംശയിക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷെ അതിന് പറയാൻ പറ്റുന്ന രേഖയല്ലേ നമ്മളെ കയ്യിൽ. തീർച്ചയായും അത് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അടുത്ത മാർഗം? അടുത്ത മാർഗം എന്ന് പറഞ്ഞാൽ അടുത്ത സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോടതിയെ സമീപിക്കാൻ ഓണർക്ക് പറ്റും. അയാളെ ഓണറാണ്, അയാളെ ഡ്രൈവറാണ്, അയാളെ വാഹനമാണ്, അയാൾ പോകും ഒന്നാം ഘട്ടം. അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം സ്വന്തം നഷ്ടപ്പെട്ട മകൻ നഷ്ടപ്പെട്ട അച്ഛനമ്മ അവിടെ ഉണ്ട്, ഭാര്യ ഉണ്ട്, കുട്ടികളുണ്ട്. അവർക്ക് കോടതിയെ സമീപിക്കാം. കൃത്യമായി കോടതി ആ കാര്യത്തിൽ ഇടപെടേണ്ടി വരും. ഒന്ന്, ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ച ഒന്നതാണ്. രണ്ടാമത്തെ തീരുമാനം, പ്രക്ഷോഭ സമരം ഒന്നാം ഘട്ടമല്ല. കേരളത്തിലെ സർക്കാരിന്റെ മുന്നിൽ കർണാടക സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള അലംഭാവം ഉണ്ട് എങ്കിൽ, നമ്മൾ പറയുന്നില്ല, കോടതിന്റെ ഇടപാടൊക്കെ പറയാം, ഉണ്ട് എങ്കിൽ ഉണ്ട്, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ സർക്കാർ കൃത്യമായി ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തണം. അതിന് ഞങ്ങൾ ഒന്നാം ഘട്ട ആക്ഷൻ കമ്മിറ്റി പോകുന്നത്, ഞങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ പോയ 2 മന്ത്രിമാര്, ബന്ധപ്പെട്ട MLA, MP തുടങ്ങിയ ആളുകളുടെ കേരളത്തിലെ 20 MLA-മാരുടെ സഹായം തേടും. ഒന്ന്, ഇത് രണ്ടും തേടുമ്പോൾ അതിനനുസരിച്ച് പരിഗണന ഇല്ല എങ്കിൽ, അല്ലെ തൃപ്തികരമായ ഒരു മറുപടി അല്ല എങ്കിൽ
പ്രത്യക്ഷമായ കേരളത്തിലെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും ഉടമകളെയും സംഘടിപ്പിച്ച് ഇതിനോട് സമാന മനസ്കൃതമായ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭ പരിപാടി 2ാം ഘട്ടം ഒന്ന് സാധ്യമല്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾ ഇത്തരം രീതിയിലേക്കുള്ള ഒരു തീരുമാനം എടുത്തിട്ട് വലിയ രീതിയിലേക്ക് നമ്മളൊക്കെ സന്തോഷിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ 1ാം ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് എന്താ? കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, ഇതുവരെ ഒരുപാട് കാലങ്ങളായി പരിചയവും ബന്ധവുമുള്ള ഒരുപാട് ആളുകൾ അവിടെ പോയി തെരച്ചിൽ നടത്തി, അവരെ പണം അടുപ്പിക്കാൻ അയക്കണില്ല. കേരള സർക്കാരിനോട് ഞങ്ങൾ വെക്കുന്ന 1ാമത്തെ ഡിമാൻഡ്, ഈ പറയുന്ന ആളുകൾക്ക് സൗകര്യം സഹായം ചെയ്യണം എന്ന് പറയുന്ന ആളുകൾക്ക് ഒരാഴ്ച സമയമാണ് ഓല് ചോദിച്ചത്. 7 ദിവസം ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ അർജുനെ കണ്ടെത്തി, ആ ലോറി കണ്ടെത്തി തിരിച്ചു തരാൻ ഞങ്ങൾ റെഡിയാണ്. അതിനെന്താ അനുവാദം കൊടുത്താലും ആർക്കാ നഷ്ടം? അതാണ് ഞങ്ങളെ 1ാമത്തെ ഡിമാൻഡ്. ഇല്ലാതെ ആ ഒരു പോയിന്റ് ഇല്ലാതെ നമുക്ക് അർജുനെ തിരിച്ചു കിട്ടാൻ കഴിയില്ല എന്നുള്ള സത്യമാണ്. കാതർക്ക, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഡ്രൈവർമാര്, എനിക്ക് നല്ലൊരു സുഹൃത്താണ്, നിങ്ങളുടെ ഡ്രൈവർമാരെ എങ്ങനെയാണ് അന്യ സംസ്ഥാനത്തേക്ക് ഈ കോലത്തിലാണ് വിടുക? ഞങ്ങളെ ഡ്രൈവർമാര് ഇപ്പൊ തന്നെ പരാതി പറയുന്നത്, സ്വത്തിനും ജീവനും സംരക്ഷണം കിട്ടാത്ത ഇന്ത്യ രാജ്യത്ത് ജോലി ചെയ്യുന്നതിന് ബദല് ഒരു കുറഞ്ഞ പൈസ ചെലവാക്കിയാൽ ഇപ്പൊ ഗൾഫിലൊക്കെ വളരെ പറയുന്നത് കാര്യമില്ലേ? തീർച്ചയായും പറയുന്നത്, നിങ്ങളൊരു ലോറി ഡ്രൈവർ അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് ഒരു പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട് എനിക്ക്. അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ ചോദിച്ചു വാങ്ങണം. 100% നിങ്ങൾ എന്ത് ചെയ്യണം? സർക്കാർ പാർട്ടി പ്രവർത്തനം നോക്കാത്ത നമ്മൾ സർക്കാരിനോട് ചോദിച്ചു വാങ്ങണം എന്നുള്ളതാണ്. ഇത്തരം രീതിയിൽ നിങ്ങൾ തന്നെ പറയുന്നു, അതായത് ഞങ്ങളുടെ ഡ്രൈവർമാർക്ക് സംശയമുണ്ട്, ഞങ്ങൾക്ക് ജീവൻ മിസ്സിംഗ് വരുമോ എന്നുള്ള സംശയമുണ്ടെന്നത്. ഇത്തരം രീതിയിലേക്ക് ശരിക്കും നിൽക്കുവാണ് ഈ പ്രസ്ഥാനം എത്രത്തോളം പോകും? ഒന്നാമത് ലോറി പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ ഒരു സംഭവം ശരിക്കും 4 പേർക്ക് ജോലി കൊടുക്കുക എന്നല്ലാതെ ഒരുപാട് വാരിക്കൂട്ടുന്ന ഒരു കാലം കഴിഞ്ഞു. കാര്യം അത്രയേറെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്രോളിനും ഡീസലിനും ഒക്കെ. അത് നമ്മൾ എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഡ്രൈവർമാർക്ക് പണി കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് ലോറികൾ ശരിക്കും മുതലാളിമാർ ഇറക്കുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഈ ലോറി പ്രസ്ഥാനം എന്നുള്ള സംഭവം 4 ദിവസം ഇപ്പൊ ഞങ്ങളൊന്നും ഈ പണിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളം പട്ടിണിയിലാവുന്ന ഒരു അവസ്ഥ വരും. ഇത്തരം രീതിയിലേക്ക് ഒരു ഭീതി ശരിക്കും നമ്മളുടെ ഡ്രൈവർമാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് താങ്കൾ തന്നെ പറയാം. 100%. ഇവിടെ ഇപ്പോ അടുത്ത കാലത്തായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഡ്രൈവറെ കൊത്തിക്കൊന്ന്, കേരളത്തിൽ നിന്ന് ഡ്രൈവർ. ഞാൻ പറയുന്നത് എന്നൊക്കെ വിഷമിപ്പിച്ച കാര്യമാണ്. ആ വീഡിയോ ഒക്കെ ഞാൻ കണ്ണൂര് ഒരു ഡ്രൈവറെ കൊലപാതകം ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സ് പൊട്ടി. ഒരു സംഘടനയും ശരിക്കും യോജിച്ച് അതിനെന്താണ് ശരിക്കും വേണ്ടത് എന്ന് ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ ഒരുമിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള ഈ ഒരു അവസരം ഞാൻ രേഖപ്പെടുത്താണ്. ഞാൻ പറയുന്നത്, അർജുനാവട്ടെ, എല്ലാവരും ലോറി സംഘടനകൾ, ഈ ലോറി ഡ്രൈവർമാര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ ഒരുപാട് ഞാൻ സമൂഹത്തിനോട് പറയുന്ന. ഞാൻ യൂസ് ചെയ്യുന്ന AC വണ്ടിയാണ്. ആ AC വണ്ടിയിൽ എനിക്ക് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാര്യം എനിക്ക് അതിന്റെ അസ്വസ്ഥത ഉണ്ടാവും. ഞാൻ AC-യിലാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ AC ഇല്ലാതെ ഇത്തരം ലോഡ് കയറ്റി ഇത്തരം ലെവലിലേക്ക് പാവപ്പെട്ട ഡ്രൈവർമാര് കഷ്ടപ്പെട്ട് അവരുടെ ജീവന് സുരക്ഷയില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അത് ഭയാനകമാണ് ശരിക്കും. ഇന്ത്യ രാജ്യത്ത് ഇന്ന് നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ കൊലവിളിയാണ്. ഒരു ലോറി, ഒരു നാഷണൽ പെർമിറ്റ് ലോറി ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുകയാണെങ്കിൽ 3000 കിലോമീറ്റർ ഓടിയാലേ ജമ്മു കാശ്മീരിലെത്തുള്ളൂ. അത് ഒരു സിംഗിൾ ഡ്രൈവറാ പോണത്. അവന്റെ ജീവന് ഭയല്ലേ? അവന്റെ മക്കളും ഭാര്യയും കാത്തിരിക്കുന്നില്ലേ? എന്നാൽ ഇത്രയും സ്റ്റേറ്റ് കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എന്തെങ്കിലും ഒരു സംരക്ഷണം, ഒരു അരമണിക്കൂർ ഉറങ്ങാനുള്ള ഒരു സംവിധാനം. ഈ അർജുൻ എന്തുകൊണ്ട് അവിടെ കിടന്നു എന്ന് വരെ ചർച്ച ചെയ്യണം. കാര്യം അവിടെ ശരിക്കും റെസ്റ്റ് എടുക്കാനോ അർജുൻ അവിടെ ഒന്ന് കിടന്നുറങ്ങാനുള്ള ഒരു റൂം ഇല്ലാത്തതിന്റെ പ്രശ്നം. ഇവിടെ ശരിക്കും നമ്മുടെ കേരളത്തിൽ തന്നെ പറയാം, ഒരു ബാത്റൂം ഉണ്ടോ? ശരിക്കും ഒന്നുമില്ല. കേരളത്തിൽ നടക്കുന്നത്, ഒരു ലോറി നിർത്തിയ ഡ്രൈവർ ഒന്ന് മൂത്രമൊഴിക്കാൻ പോയാൽ അതിന്റെ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ചെല്ലാൻ അയക്കാണ്. ഡ്രൈവർ യൂണിഫോം ഇട്ടില്ല. ഇവർക്കൊക്കെ വേണ്ടിയ പൈസ ആണ്. ലോറി ഒരു കറവ പശുവായി മാറി. അത് ഡ്രൈവർ ആ സാഹചര്യം മാറാനാണ് ഞങ്ങളെല്ലാം ഇതിന് കൂടുന്നത്. 41 ദിവസമായിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു മുട്ടുസൂചിയല്ല. കേരള ഗവൺമെന്റും കർണാടക ഗവൺമെന്റും മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. നൗഷാദൊക്കെ ഇത്തരം രീതിയിലേക്ക് നമ്മൾ പലപ്പോഴും, ഞാൻ ഇന്ന് വരുമ്പോ ട്രാഫിക് തെറ്റിക്കാതെ എന്റെ ഫോട്ടോ എടുത്തതിന് ഒരു പോലീസുകാരിയെ ചോദ്യം ചെയ്തതിന് ഞാൻ അനുഭവിച്ച ഇന്ന് അരമണിക്കൂർ എന്റെ പോയത്. അതായത് നിങ്ങൾ എന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഫോട്ടോ കാറിന്റെ ഫോട്ടോ ആവശ്യമില്ലാതെ എടുത്തതിനാണ്
എടുത്ത് ചോദ്യം ചെയ്തതിനാണ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നത്. അത് ലാസ്റ്റ് വേർഡാണ് പറഞ്ഞത്. എന്റെ ജോലി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് മനുഷ്യനെ കഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. എന്റെ വണ്ടിക്ക് ട്രാഫിക് കറക്റ്റ് നിയമം പാലിച്ചിട്ടാണ് ഞാൻ മുന്നിലേക്ക് വന്നത്. പക്ഷെ ആ പാലിച്ച നിയമം പോലും അവര് കാറ്റിൽ പറത്തി ശരിക്കും എന്റെ ഫോട്ടോ എടുത്തതിന് ഞാൻ ചോദ്യം ചെയ്തതാണ്. അത് വരുന്ന വഴിക്ക് വരട്ടെ എന്ന് വെച്ച് വിട്ടു. ഞാൻ പറയുന്നത് ഇത്തരം രീതിയിലേക്ക് ഈ ലോറി ഡ്രൈവർമാര് നിങ്ങൾ ഇതിന് ഇടപെടണം എന്നാണ് പറയുന്നത്. നിങ്ങളൊരു മനുഷ്യാവകാശ പ്രവർത്തനം. ഞാൻ പറയുന്നത് ലോറി ഡ്രൈവർമാർക്ക് ഒരു ബാത്റൂം ഇല്ല, കിടന്നുറങ്ങാൻ ഒരു സ്ഥലമില്ല. എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് അവിടെ മൊത്തം ചെളിക്കുണ്ടുകളാണ്. ശരിയല്ലേ പറയുന്നത്? എവിടെ പാർക്ക് ചെയ്താലും മൊത്തം ചെളിക്കുണ്ടുകള്. ഒന്ന് കിടന്നുറങ്ങി, ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ, ഒന്ന് കിടന്നുറങ്ങാൻ പോലും സ്ഥലമില്ല. അതിനപ്പുറത്തേക്ക് ഈ ഡ്രൈവർമാർ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത് ഉറങ്ങാൻ വിചാരിച്ച MVD എന്നുള്ള ഞാൻ പറയുന്നില്ല, അത്തരം രീതിയിലേക്ക് ആളുകൾ വരും. അവര് നല്ല ലെവലിലേക്ക് ഫൈൻ അടച്ചു കൊടുക്കും. ഒന്നാമത് ഈ പ്രസ്ഥാനം പൂട്ടാൻ വേണ്ടി പോവാണ്. ആ പ്രസ്ഥാനം പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇത്തരം രീതിയിലേക്കുള്ള ടാർഗറ്റ് വരുന്നത്. ഞാൻ MVDനെ കുറ്റം പറയുന്നില്ല. MVDക്ക് ശരിക്കും നിങ്ങളുടെ ആളുകൾക്ക് നല്ല രീതിയിൽ ശമ്പളം കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇവരെ രാവിലെ മുഴിച്ച് വൈകുന്നേരം വരെ ബാക്ക് ഉറങ്ങിയിട്ടാണ് പോകുന്നത്. ആ ലെവലിലേക്കാണ് ഒരു 10 രൂപ സമ്പാദിച്ച് സ്വന്തം കുടുംബത്തെ പോരുന്നത്. നിങ്ങൾക്ക് സർക്കാർ വക ശമ്പളം ഉണ്ടാവും. ഇത്തരം രീതിയിലേക്ക് എന്നാണ് ഇത് മാറ്റം വരിക എന്നുള്ളത്? നമുക്ക് ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഈ മേഖലയിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നമ്മുടെ ലോറി തൊഴിലാളികൾ സുഹൃത്തുക്കൾ നേരിടുന്നത്. നമുക്ക് ഇവിടുന്ന് യാത്ര പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങുവാനോ അതല്ലെങ്കിൽ ഒരു സമാധാനത്തിൽ ഒരു 5 മിനിറ്റ് ഇരിക്കുവാനോ സൗകര്യം ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല. പക്ഷെ ഇവർ ചെയ്യുന്ന പണി എന്താ? കേരളത്തിന്റെ അല്ലെ രാജ്യത്തിന്റെ അങ്ങേ തല തൊട്ട് ഇങ്ങേ തല വരെ അവശ്യ വസ്തുക്കൾ നമുക്ക് എത്തിച്ചു തരുന്ന അത്രയും കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇത്. പിന്നെ ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞു, നിങ്ങൾ ഇന്ന് രാവിലെ വരുന്ന സമയത്ത് നിങ്ങൾ പോലീസിൽ നിന്നുണ്ടായ ഒരു അനുഭവം നിങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്കറിയാം പ്രതികരിക്കുന്ന ആരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ അവിടുന്ന് ഫോട്ടോ എടുത്ത് ചോദ്യം ചെയ്തില്ലെങ്കിൽ എനിക്കെതിരെ ഫൈൻ വരും. കാര്യം ഞാൻ ശരിക്കും നിയമപരമായിട്ടാണ് പോണത്. 0 കാണിച്ചു, സിഗ്നലിൽ 0 കാണിച്ച് എനിക്ക് യാത്ര ചെയ്യാം. 0 കാണിച്ചിട്ട് ഞാൻ എടുത്തതിന് എന്തിനാണ് എന്റെ ഫോട്ടോ എടുത്തത്? പിന്നെ അൽബാബു, ഞാൻ പറയട്ടെ, ഇതിലൊരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യുമ്പോൾ അവർ തിരിച്ച് സാധാരണക്കാർക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു ആയുധമാണ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. അതാണ് അവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ആരിത് സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന ഒരാൾ എന്ന നിലയിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസുകളുള്ള ആൾ എന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏതായാലും നമ്മൾ വിഷയത്തിലേക്ക് വരാം. ശക്തമായ ഒരു ആക്ഷൻ സമിതിയാണ്, കൗൺസിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടത്. പിന്നെ ട്രേഡ് യൂണിയന്റെയും സാമൂഹ്യ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ജനങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന പല സംഘടനകളുടെയും കൃത്യമായിട്ടുള്ള പ്രവർത്തിക്കാൻ സാധിക്കുന്ന ശക്തമായ ഒരു സംഘടനയാണ് ഇവിടെ രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ സീനിയർ നേതാക്കന്മാർ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ആ വസ്തുതകളായിട്ട് ഞാൻ താങ്കളോട് ഒരുപാട് കാലമായിട്ട് പറയുന്ന ഒരു സംഭവമാണ്. ഈ ലോറി ഡ്രൈവർമാരെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പലപ്പോഴും ഞാൻ ഈ ലോറി സംഘടനകളെ, അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ, അവരുടെ പ്രശ്നങ്ങളെ, ഈ അസോസിയേഷൻ എല്ലാത്ത രീതിയിലേക്ക് തന്നെ അവരോടൊക്കെ ഒരുമിച്ച് എന്നാ പറയുന്നത്. എല്ലാവരും നമുക്ക് വേണം. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങണം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും അപേക്ഷിക്കുന്നത്. കാര്യം ഒരുപാട് കാലമായിട്ട് താങ്കളോട് ഞാൻ പറയുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഇന്ന് അതിൽ ഇറങ്ങിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം അത്തരം രീതിയിലേക്ക് നിങ്ങൾ പല വിഷയങ്ങളും കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ, ശരിക്കും ഇവർക്ക് ബാത്റൂം വേണം നൗഷാദ് ഭായി. എന്താ വെച്ചാൽ ഇവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലം വേണം. ഈ അർജുൻ എന്തുകൊണ്ട് അവിടെ കിടന്നുറങ്ങിയോണ്ടാണ് അവൻ ഇന്ന് കാണാതായി ഈ ലെവലിലേക്ക് നിൽക്കുന്നത്. പിന്നെ ഇതിനൊക്കെ വ്യത്യാസങ്ങൾ വേണം. ഇനി ഒരു അർജുനെ പോലും ഇങ്ങനെ നമുക്ക് സംഭവിക്കരുത്, ഇങ്ങനെ ഇത്തരം രീതിയിൽ നഷ്ടപ്പെടരുത്. നമുക്ക് ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. തീർച്ചയായിട്ടും ആ പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഒരു അപകടം ഉണ്ടായി ചെല്ലുന്ന സമയത്ത് അപ്പോഴാണ് ഇവർ മനസ്സിലാകുന്നത് ഇനി ക്ലെയിം വേണം. അപ്പൊ അവിടെ എത്തുന്ന സമയത്താണ് ലൈറ്റ് വേണം. അതൊക്കെ അട്ടാർ ഫെയിൽ അല്ലേ? പിന്നെ നമ്മൾ എത്രത്തോളം പിന്നെ സാങ്കേതികമായിട്ട് വളർന്നു എന്ന് നമ്മൾ എപ്പോഴും ഉറക്കെ വിളിച്ചു പറയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ലോറി കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു പരാജയം കൂടി നമ്മൾ സത്യം, തീർച്ചയായും പരാജയം തന്നെയാണത്. ഡ്രൈവർമാരുടെ വിശ്വാസം മൊത്തം പോയി. ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത പരിപാടി. വിശ്വാസം പോയി എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ ഈ നാടിന്റെ അവസ്ഥയിൽ അവരൊരു പൊതു സമൂഹമായിട്ട് നിൽക്കേണ്ട ആളുകളാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ ഇവിടുത്തെ സർക്കാരിനും മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കും അവകാശമുണ്ട്. എന്തുകൊണ്ട് ഒരു വിശ്വാസം പോയിട്ട് അവരെ നഷ്ടപ്പെടുത്താൻ നമ്മൾ എന്തിനു തയ്യാറാണ്? ഈ സമൂഹത്തിൽ നമുക്ക് വേണ്ടവരല്ലേ? തീർച്ചയായും ഇത്തരം രീതിയിലേക്ക് ഞാൻ പറയുന്നത് വലിയ രീതിയിലേക്ക് നിങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് താങ്കളോട് അടക്കം പറയാണ്, സമ്മർദ്ദങ്ങൾ ആവശ്യമാണ്. നമുക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ സമ്മർദ്ദം ചെലുത്തിയേ തീരൂ. ഇതിന് മുന്നോട്ടുള്ള പരിപാടികളൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് സംഘടനകളൊക്കെ മാറിയെന്ന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമുള്ളതാണ്. ഞാൻ വീണ്ടും പറയാണ്, എത്രത്തോളം പോവും? ഇതിന്റെ അവസാന ഘട്ടം വരെ പോകും. കാരണം ഒരു ലോറി തൊഴിലാളി എന്ന നിലക്ക്
കേരളത്തിൽ നിന്നും തുടങ്ങിയിട്ട് ഇന്ത്യയിൽ മൊത്തത്തിലും അതുപോലെ അയൽ രാജ്യങ്ങളായ നേപ്പാളിലും ബംഗ്ലാദേശിലും അടക്കം ലോറികളുമായിട്ട് പോകുന്ന തൊഴിലാളികളാണ് ഈ ലോറി തൊഴിലാളികൾ. നമ്മുടെ ഈ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ, ഈ കർണാടക സ്റ്റേറ്റിലേക്കൊക്കെ ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങളെ നാട്ടിലെത്തിയൊരു പ്രതീതിയാണ്. ഒരു മനസ്സിനൊരു സന്തോഷം. അവിടെ ഞങ്ങളൊരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടിട്ട് കണ്ടെത്താൻ സാധിക്കാത്ത ഇവിടുത്തെ സംവിധാനങ്ങൾ ഈ രീതിയിൽ നിലനിൽക്കുമ്പോൾ ഈ തൊഴിലെടുത്തിട്ട് ഇനി എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെ ഞങ്ങൾ ഈ കൊണ്ടുവരുന്ന, ഞങ്ങൾ എടുക്കുന്ന തൊഴിൽ ഇവിടെ സാമൂഹികമായിട്ട് എല്ലാ പ്രതിബദ്ധതയുള്ള തൊഴിൽ തന്നെയാണ്. കാരണം ഇവിടേക്ക് മെഡിസിൻ ആണെങ്കിലും ഭക്ഷണ സാധനങ്ങളാണെങ്കിലും എത്തിക്കുന്നത് ലോറി തൊഴിലാളികൾ എന്ന ഞങ്ങളാണ്. ആ ഞങ്ങൾക്കൊരു സുരക്ഷ തരാൻ ഇവിടുത്തെ ഗവൺമെന്റിന് സാധിക്കുന്നില്ലെങ്കിൽ, ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് ഈ തൊഴിലെടുത്ത് ഞങ്ങൾ പോകുന്നുള്ള കാര്യത്തിൽ സംശയമാണ്. തീർച്ചയായും ലോറി ഡ്രൈവർമാരെ ശരിക്കും പല സർക്കാരുകളും പട്ടികളെ പോലെയാണ് കാണുന്നത്. കാര്യം അവർ പട്ടികൾക്ക് പോലുമുള്ള വില ശരിക്കും ഡ്രൈവർമാരെ കാണുന്നില്ല. അവരെന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്നുള്ളതാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് പല സംസ്ഥാന സർക്കാരുകളും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ഇത് എടുത്തു പറയേണ്ട വിഷയം തന്നെ. എൻ്റെ വൈകാരികമായ നിമിഷങ്ങളിൽ ചിലപ്പോൾ ഞാൻ പങ്കുവെച്ചത് ഇവർക്ക് നീതി കിട്ടണം. കാര്യം ഒരാൾ നഷ്ടപ്പെട്ട് 41 ദിവസമായി ഇവിടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ രീതിയിലേക്കുള്ള പ്രതികരണമില്ല. ഇതൊക്കെ വല്ലാത്ത രീതിയിലേക്ക് പ്രശ്നങ്ങളാണ്. ശരിക്കും നമ്മളുടെ അനിയനെ തേടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ ചോരയാണ്. ഇവരും എടുക്കുന്നത് പണി തന്നെയാണ്. ഇവര് എടുക്കുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നുമല്ല. അപ്പൊ 100% സർക്കാർ ശരിക്കും ഈ ഡ്രൈവർമാർക്ക് പ്രത്യേകം സുരക്ഷ ഒരുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.